കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ഗ്രാൻഡ് മുഫ്തി പദവിയുമായി ബന്ധപ്പെട്ട വിവാദം പുതിയ തലത്തിലേക്ക്. ഇന്ത്യയിലെ ബറേൽവി വിഭാഗത്തിന്റെ പുതിയ ഗ്രാൻഡ് മുഫ്തിയായി അർഷദ് റസാഖാനെ നിയമിച്ചുള്ള ബറേലി പണ്ഡിത സഭയുടെ വാർത്താക്കുറിപ്പ് സമസ്ത ഇ.കെ. വിഭാഗം നേതാക്കൾ മാധ്യമങ്ങൾക്ക് നൽകി. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി എന്ന തരത്തിൽ കാന്തപുരം നടത്തുന്ന അവകാശവാദം വ്യാജമാണെന്നും ബറേലി പണ്ഡിത സഭയുടേതാണെന്ന് വ്യക്തമാക്കി സമസ്ത നേതാക്കൾ നൽകിയ വാർത്താക്കുറിപ്പിലുണ്ട്. ഫെബ്രുവരി മാസത്തിൽ ഡൽഹി രാംലീല മൈതാനത്ത് വെച്ച് ഇന്ത്യയിലെ ബറേൽവി വിഭാഗത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ തെരഞ്ഞെടുത്തുവെന്നായിരുന്നു സമസ്ത എ പി വിഭാഗത്തിന്റെ അവകാശവാദം. തൊട്ടു പിന്നാലെ തന്നെ സമസ്ത ഇ.കെ. വിഭാഗം കാന്തപുരത്തിന്റെ അവകാശവാദം കള്ളമാണെന്ന് പറഞ്ഞ് രംഗത്ത് വന്നു. ഏപ്രിൽ 1-ന് ബറേൽവി വിഭാഗത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയായി അർഷദ് റസാഖാനെ നിയമിച്ചുവെന്നാണ് സമസ്ത ഇ.കെ. വിഭാഗം പറയുന്നത്. അത് സംബന്ധിച്ച് ബറേൽവി പണ്ഡിത സഭയായ ജമാഅത്തെ റാസ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പും നേതാക്കൾ ഹാജരാക്കുന്നുണ്ട്. ജമാഅത്ത് റാസ വൈസ് പ്രസിഡന്റ് സൽമാൻ ഹസൻ ഖാനാണ് വാർത്താക്കുറിപ്പിൽ ഒപ്പുവച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ബറേൽവി വിഭാഗം നേതാക്കൾ കാന്തപുരത്തിനെതിരെ രംഗത്ത് വരാത്തതെന്ന ചോദ്യത്തിന് സമസ്ത നേതാക്കളുടെ മറുപടി ഇങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ നിലവിലുള്ള പ്രധാനമന്ത്രി അധികാര കസേരയിൽ വന്ന ശേഷം ഒരു സൂഫി കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നു. അതിന് ബറേൽവികൾ ഗുരുതരമായി നിശ്ചിതമായി നഖശികാന്തം എതിർത്തവരാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ വിവാദ പുരുഷൻ അവരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. ഈ സൂഫി സമ്മേളനത്തിൽ പങ്കെടുത്തതോടുകൂടി അദ്ദേഹത്തെ 100% പുറത്ത് വലിച്ചെറിഞ്ഞു, അവഗണിച്ചു. അതുകൊണ്ട് അയാളെപ്പറ്റി ഞങ്ങൾ ഔദ്യോഗികമായി ഒന്നും പറയാൻ തയ്യാറല്ല. ഗ്രാൻഡ് മുഫ്തിയെ ചൊല്ലിയുള്ള പോര് ഇരുവശത്തും നടക്കുന്നുണ്ടെങ്കിലും സുന്നി ഐക്യ ചർച്ചകളെ അത് ബാധിക്കില്ലെന്നാണ് സമസ്ത ഇ.കെ. വിഭാഗം നേതാക്കളുടെ നിലപാട്. മീഡിയ 1 കോഴിക്കോട്.